ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് ഹോൾഡർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ആഡ് 3. ഈ പടത്തിൻ്റെ കാസ്റ്റിനെ കുറിച്ചും പടം എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പും ഈ സിനിമ 27-ാം തീയതി കണ്ടതാണ്. ബട്ട് കഷ്ടകാലത്തിന് എൻ്റെ ഫോൺ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ ഓഫായി പോവുകയും പിന്നെ അത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ള് മീൻസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്പ്, പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, മീൻസ് കോണ്ടാക്ട്സ്, പിന്നെ ഒട്ടുമിക്ക ആപ്സും, പിന്നെ എൻ്റെ ഇമെയിൽ എല്ലാം മിസ്സായിപ്പോയി. അപ്പോൾ അതെല്ലാം ശരിയാക്കി പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ മിസ്സായി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശരിയാക്കി എടുത്തപ്പോൾ കുറച്ച് നാളായി. ഇന്നലെയാണ് ശരിയാക്കി എടുത്തത്. അത് ശരിയാക്കി എടുത്ത സമയത്താണ് ഞാൻ നെക്സ്റ്റ് മൂവി അവാർഡ് സീസൺ 2 തയ്യാറെടുപ്പെടുത്തോണ്ട് വന്നത്. അതെന്തിലോട്ടെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജയസൂര്യ, സണ്ണി വെയിന്, സ്രിന്ദ, അജു വർഗീസ്, സൈജു കുറിപ്പ്, ഭഗത് മാനുവൽ, പിന്നെ ധർമ്മജൻ ബോൽഗട്ടി, ഫക്രു, പിന്നെ വിനായകൻ, വിജയ് ബാബു, ഇന്ദ്രൻസ്. ഇതിലൊരു ഇംഗ്ലീഷ് ഉണ്ട്, അവരുടെ പേര് എനിക്ക് അറിയണമായിട്ട്. പിന്നെ നോബി എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പറയാൻ പറഞ്ഞു രഞ്ജി പിണക്കറുണ്ട് കേട്ടോ പടത്തിൽ. പിന്നെ നിരഞ്ജൻ അനൂപുണ്ട്, ഷെബിൻ ബെൻസൺ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു താരനിരയുണ്ട്. പിന്നെ വേദികയുണ്ട് ഒരു യാമി അപ്പിയറൻസ് ആയിട്ട്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ഷാൻ റഹ്മാനാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബുവും വേണു കുണപ്പള്ളി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളും കൂടിയാണ്. കാവ്യ ഫിലിം കമ്പനി, ആ ടീംസ് മീൻസ് പടക്കളം, ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ വേറൊന്നും അറിയില്ല ഈ സിനിമയെ കുറിച്ച്. സോറി. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ വെയിറ്റിംഗ് ഫോർ പാർട്ട് 2 ആൻഡ് സൂപ്പർ. എന്താ ആദ്യം മെയിൻ പോസിറ്റീവ്സ് പറയാം. മീൻസ് ഹൈലി പോസിറ്റീവ്സ് വൈസ് നോക്കുമ്പോൾ സ്റ്റോറി ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളിപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും കാണാത്തവർക്ക് വേണ്ടി മാത്രം പറയാൻ സംഭവമില്ല. ഈ പാസ്റ്റും പോസിറ്റീവും ഒരു സിനിമയിൽ കാണിച്ച ടൈം ട്രാവൽ അല്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് പാസ്റ്റ്, ഒരു 15 മിനിറ്റ് പ്രസൻറ്റ്, അങ്ങനെ പോകുന്നത് ഞാൻ ഒരു സിനിമയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറിയാണെന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായപ്പോൾ ഐ ആം വെരി എക്സൈറ്റഡ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ആയിരുന്നു. സ്ക്രീൻ പ്ലേ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഒരുപാട് പിന്നെ പറയാൻ പറഞ്ഞു. ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. 5-ാം പാതിര, വാർഡ് 1, 2, പിന്നെ അർജൻറ്റീന ഫാൻസ്, കട്ടൂർക്കടവ്, പിന്നെ ഏതായിരുന്നു ആനിമരിയ കലിപ്പിലാണ്, ആലമാര എന്ന സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പിന്നെ ഓസ്ലർ ഇങ്ങേരാട്ടാ, അത് ഞാൻ പറയാൻ മറന്നു. പിന്നെ ഡർബോഡ സ്റ്റോറി ഇങ്ങേരാണ്, നമ്മളെ മമ്മൂക്കയുടെ. അങ്ങനെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ മീൻസ് എനിക്ക് ആട് സീരീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ മീൻസ് നിങ്ങൾക്കൊക്കെ ഷാജി പാപ്പനായിരിക്കും, പക്ഷേ എനിക്ക് സദൻ സേവിയറാണ്. ബിക്കോസ് കൂടുതൽ അങ്ങേരും ഈ സിനിമയിൽ അത്യാവശ്യം ഒരു ഹൈലി പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഷാജി പാപ്പൻ സെക്കൻഡാണ്, എനിക്ക് സെക്കൻഡ് ഫേവറേറ്റാണ്. അങ്ങേരും പൊളിച്ച്. പിന്നെ ഡ്യൂഡ് മീൻസ് വിനായകൻ്റെ ക്യാരക്ടർ, അത് അങ്ങേര് സൂപ്പർബായിട്ട് ചെയ്ത് വെച്ച്. പിന്നെ ഇതിൽ ഇങ്ങേരുണ്ട്, ഒരു തമിഴനുണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. സോറി ഗുഡ് റിഗോയ്സ്.
അങ്ങേര് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ സൈജോറിപ്പ് പഴയതെന്ന് അറക്കലബ്. പിന്നെ ഒരു സീനുണ്ട് എന്താ, അതൊക്കെ ഇതൊക്കെയാണ് ഹൈലി പോസിറ്റീവ്സ്. ഇനി ഒരു ഹൈലി പോസിറ്റീവും കൂടി ഉണ്ട്, കുറച്ച് ഹൈലി പോസിറ്റീവ്സും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ആൻഡ് BGM പൊളിച്ചടുക്കിയിട്ടുണ്ട് ഷാൻ റഹ്മാൻ. പിന്നെ വേദികയുടെ കെമി എപ്പോഴും സൂപ്പർബ്. പിന്നെ ഇതിലൊരു സീനുണ്ട്, എന്താന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾ ആട് 2 കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ജയസൂര്യയുടെ വീട്ടിൽ 3 പേരെ താമസിക്കുന്നതായിട്ട് കാണിക്കുന്ന ഇന്ന് ജയസൂര്യ, പിന്നെ അവരുടെ അമ്മ, പിന്നെ അവരുടെ കുടുംബക്കാരുടെ ആരുടെയോ മോള്, ഇതൊക്കെയാണ് താമസിക്കണത്. അപ്പോൾ അവർ ഈ സിനിമയിലുണ്ട്. വെച്ച് എന്താ പേര് ഞാൻ മറന്നുപോയി, എന്താ ആതിരാന്ന് എന്തോരെയാണ് പേര്. മറ്റേ ഭൂതകാലം എന്ന സിനിമയിലുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്, പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കൊച്ച് വന്നിട്ട് ധർമ്മജൻ പാലുകളിയോട് പറയും, ട്രംപ് കോയമ്പത്തൂരിൽ വരുന്നുണ്ട്. ചില സ്പോയിലർ അടിക്കുന്നുണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നത്, കണ്ടിട്ടുള്ളവർ മാത്രം കയറുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഈ കൊച്ചു പറയും, ട്രംപ് വന്നാലും കോയമ്പത്തൂർ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ $1 കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ, എന്നിട്ട് ചോദിക്കണം അപ്പോൾ നിങ്ങൾ പറയണം I am a ടൂറിസ്റ്റ്, എങ്കിൽ ഇന്ത്യൻ മണി എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ആറ്റ ഭാഗം കോയമ്പത്തൂർ. അത് എനിക്ക് അതൊക്കെ അത്യാവശ്യം വർക്കായി. മീൻസ് അമ്മാതിരി ശരി വന്നിട്ട് ഞാൻ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പിന്നെ എന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണെങ്കിൽ ഇപ്പോഴല്ല പണിയും, കാരണം $, കള്ള നോട്ടായിരിക്കും. കള്ള നോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതായത് രസീത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഷാജിപാപ്പൻ്റെ ഇൻട്രോ എന്നിട്ട് ഒരു ഫൈറ്റ് അവിടെ കിടക്കുമ്പോൾ വെച്ചാൽ കുറച്ച് സ്പൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സീനിൽ. എനിക്കങ്ങനെ തോന്നി, എവിടെയൊക്കെ സ്പൂഫ് ഉള്ളത് മാതിരി തോന്നി. എൻ്റെ ജവാനിലൊരു സീനുണ്ട്, അതേ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ജവാൻ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും. അതിലെ മാതിരി ഒരു സീനുണ്ട് സിനിമയിൽ. അത് സ്പൂഫ് ചെയ്തിട്ട് സ്പൂഫാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷൈസായിരുന്നു. പിന്നെ ഇതിലൊരു പേര് എനിക്ക് കലി കയറിയിട്ടുണ്ടായി, കുറിച്ച് ഞാൻ പറയാം, നെഗറ്റീവ്സിലോട്ട് വരുമ്പോൾ പറയാം. പിന്നെ ഇതിൽ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ പൊളിച്ചടുക്കിയിട്ടുണ്ട്, PP ശശി. പിന്നെ സർവ്വത് ഷമീർ നമ്മുടെ വിജയ് ബാബു ആണെങ്കിലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പാലം പൊളിക്കണ ഒരു സീനുണ്ട്, അതും അത്യാവശ്യം അതിൽ പോസിറ്റീവായിരുന്നു. പിന്നെ ഇതിൽ ഇനി പോസിറ്റീവ്സിലോട്ട് കിടക്കാം. പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് കാണിച്ച സീൻസൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പ്രത്യേകിച്ച് ആ വിനായകൻ്റെ അസം ഖാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും, പിന്നെ ജയസൂര്യയുടെ പാസ്റ്റിലെ ക്യാരക്ടറുടെ പേര് പത്മനാഭൻ എന്നാണ്. മീൻസ് പത്മനാഭൻ രാജാവ്, മീൻസ് പഴയ തിരുവനന്തപുരത്തെ രാജാവായിട്ട്. തിരുവിതാംകൂർ എന്ന് ഉദ്ദേശിച്ചത് തിരുവനന്തപുരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് പറഞ്ഞു കൂട്ടേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും പറഞ്ഞു പോയെന്നാണ്, സോറി. അവരുടെ ക്യാരക്ടർ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിലൊരു ഇംഗ്ലീഷ് നടിയുണ്ട്, അവർ ഫാസ്റ്റിലുണ്ട് പ്രസൻറ്റിലുണ്ട്, ബട്ട് അവരുടെ പേര് എനിക്ക് അറിഞ്ഞോട്ടത് ശരിക്കുള്ളത്. അവരാദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് അവരെ ഒരു പടത്തിനെയും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഇംഗ്ലീഷ് പടം വലുത് കാണാത്തില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇനി ഇംഗ്ലീഷ് പടത്തിൽ ആകെ ഹൈപ്പുള്ളത് മറ്റേ മൈക്കിൾ ജാക്സണിൻ്റെ ബയോപിക്കും പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലേ ഇതിനൊരു ഹൈപ്പും ഇല്ല എനിക്ക്. രണ്ടും കണ്ടത് അങ്ങോട്ട് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ F1 കാണണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുമെല്ലാം പോയി കിടക്കണം. ഇത് തിരിച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും ആവട്ടെ.
പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഒരു പോസിറ്റീവായിരുന്നു, അത്യാവശ്യം നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനിങ് കുറച്ച് ഒരു കുറച്ചും ചില സീൻസിൽ മാത്രം, 1-2 സീൻസിൽ മാത്രം കുറച്ച് ഒരു അബവ് ആവറേജ് സംഭവമായിട്ട് തോന്നിയത് കോസ്റ്റ്യൂം ഡിസൈനിങ്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് പറയണം. പിന്നെ എഡിറ്റിങ് അത്യാവശ്യം നൈസായിരുന്നു. ഇനി നെഗറ്റീവ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിൽ മറ്റേ ഡ്യൂഡ് ഇങ്ങനെ മറ്റേ മറ്റേ ബോട്ടിലടെ നമുക്ക് എന്താ നിയന്ത്രിക്കാൻ പറ്റണ ലൈപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ, ഇങ്ങനെ ഒരു ലിവർ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഒന്ന് ഓണാവണ സാധനം, ആ സാധനം ആ ബോട്ടിൽ വരെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ടഫേന്ന് പറഞ്ഞാൽ അത് താഴെ വീഴും, ഭയങ്കര താഴെ വീഴും. അപ്പോൾ മറ്റേ 5 മണിക്കൂർ വെടി വയ്ക്കുമ്പോഴാണ് അയാൾ താഴെ വീഴുന്നത്, വേറെ കാര്യം. എന്നിട്ട് രാജുപാപ്പൻ വരും ബോട്ടിൽ. രാജുപാപ്പൻ ഇങ്ങനെ മാസ് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജയസൂരി ഇങ്ങനെ മാസ് ഡയലോഗൊക്കെ അടിക്കുന്ന സമയത്ത് ഇന്നെ ഞാൻ ബോംബിട്ട് കൊല്ലിടാന്ന് പറയുമ്പോൾ മറ്റേ ഇംഗ്ലീഷേരിയുടെ ആ കരിയാളല്ല, ഇവരുടെ 3 പേരുടെയും ബോട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറക്കണം, മറ്റേ പറക്കാൻ ആ പാട്ട് എന്നിടയിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസായി. എന്നിട്ട് അവർ കരയിൽ കയറുമ്പോൾ ഡ്യൂഡ് നമ്മുടെ അണ്ണൻ മറ്റേ വിനായകൻ ഓടി എന്നുള്ളത് മനസ്സിലായപ്പോൾ ഒരു ബീജം ഞാൻ വിചാരിച്ചു മറ്റേ മുതിക്കും വീരപ്പൻ ചാജിപ്പാപ്പൻ ആ പാട്ട് ആ ബീജമാണ് വരാൻ പോണേന്ന്. പക്ഷേ അതാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കണം. പക്ഷേ ഈ സീനിൽ ആ ബീജം മാറ്റിയിട്ട് ഏതാ ഒരു കച്ചറ ബീജം കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആരടാ അത്? ഷാൻ റഹ്മാനാണ്. പഴയ ബീജം തന്നെ പോരായിരുന്നു, എന്തിനാണ് അതിനിടയിൽ ഒരു പുതിയ ബീജം കയറ്റി വെച്ചത്? ഒരാവശ്യമില്ലായിരുന്നു തോന്നി. പിന്നെ എനിക്ക് പേഴ്സണലി ആടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ സാധൻ സേവിയറാണ്. അതിൻ്റെ ബീജിയം ചെറിയൊരു മോഡുലേഷൻ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് അത്യാവശ്യം നൈസുമായിരുന്നു. ബട്ട് പഴയത് തന്നെയാണ് കുറച്ച് നൈസ്. മീൻസ് റേഞ്ച് അധികാരം അതൊക്കെ ഒരു മെമ്മറീസാണ്. അതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആവട്ടെ, കഷ്ടകാലം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. പിന്നെ ഞാൻ കണ്ടത് സീനത്ത് തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ഞാൻ അത്യാവശ്യം 6:15 ഷോയ്ക്കായിരുന്നു പോയത്. ഞാൻ 6:15 6 മണിക്ക് പറഞ്ഞെത്തി പോയതാണ്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്ത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ഓഫ് us. ഇനി ഏത് പടം കാണണം എന്നുള്ളതൊരു തീരുമാനത്തിലായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിലേത് കാണണം എന്നുള്ളത് അക്കത്തേക്ക് നനങ്ങി ഞാൻ തിന്നുമ്പോൾ കടിച്ച് കണ്ടുപിടിച്ചേട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയണ ആവശ്യമുണ്ട്, അത് നേരത്തെ സാധിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.